ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് കോളിഫ്ലവറാണ് കറി വെക്കാൻ പോകുന്നത്. അതുകൊണ്ട് അതിൻ്റെ പുറത്തെ ഇലയും അതെല്ലാം നമ്മളൊന്ന് കളഞ്ഞെടുക്കാം. അതെല്ലാം കളയുവാണ്. അപ്പം നമുക്കിത് പീസായിട്ട് എടുക്കാം. നമ്മളിത് അടത്തി എടുക്കുമ്പോഴേ അറിയത്തുള്ളൂ ഇതിനകത്ത് വല്ലതും പുഴുവോ വല്ലതും ഒക്കെ ഉണ്ടോ എന്ന്. കണ്ടിട്ടൊന്നും ഉള്ള പോലെ തോന്നുന്നില്ല. എന്നാലും നമ്മളെല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ, നമ്മൾ തിളച്ച വെള്ളത്തിനകത്തിട്ടൊന്ന് കുറച്ച് വേവിച്ചെടുക്കുന്നത്. അതിൻ്റെ കൂടെ ഇച്ചിരി മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അടുപ്പിൽ വെച്ച് നല്ലപോലെ തിളച്ച് കഴിയുമ്പോൾ നമ്മളതിന് ഊറ്റിയെടുക്കുക. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, നമ്മളൊന്നുകൂടെ ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ വേണ്ട, അതൊക്കെ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ഒക്കെ ചേർത്ത് ഏകദേശം അത് വെന്ത് വന്നിട്ടുണ്ട്. കുറച്ച് കഴിഞ്ഞ് നമുക്കതിങ്ങനെ കോരി എടുക്കാം. അപ്പം ഞങ്ങൾ ഇവിടെ കറി വെക്കുന്നത് ഫ്രൈ ചെയ്തിട്ടാണ്. അപ്പോൾ ഇതിങ്ങനെ കോരി എടുത്തിട്ട് നമ്മൾ ഫ്രൈ ആക്കും. ഇത് വറുത്തിട്ടാണ് നമ്മൾ കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കോരിയൊക്കെ എടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ അതിൻ്റെ നമ്മൾ കുറച്ച് ഫ്രൈ ആക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് വീണ്ടും ബാക്കി അടുത്ത ട്രിപ്പും കൂടി ഇട്ടിട്ടുണ്ട്. നമ്മൾ ഫ്രൈ ആക്കിയൊക്കെ എടുത്ത് വെച്ചു. എന്നിട്ട് ഉള്ളി പച്ചമുളകും കൂടെ വഴറ്റുവാണ്. നല്ലതായിട്ട് വഴന്ന് കഴിയുമ്പോൾ ഒരു തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട്. തക്കാളി കൂടെ വഴന്ന് ഏകദേശം ഒരു നല്ലതായിട്ട് വഴന്ന് വന്നു കഴിയുമ്പോഴത്തേനും നമ്മൾ അതിനകത്തോട്ട് ലേശം മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നമ്മൾ സൈഡിലോട്ട് മാറ്റി വെക്കുന്നിട്ട് ഇച്ചിരി മുളക് പൊടി മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ കൂടത്തിൽ അതിച്ചിരി ഒന്ന് ചൂടാകുമ്പോഴത്തേക്കും നമ്മൾ ഇച്ചിരി മസാലപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ലേശം, ഒത്തിരി ഒന്നും വേണ്ട, ലേശം ഒരു മസാലപ്പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് മൂന്നും കൂടെ ഒന്ന് ചൂടാകുന്നിടം വരെ ഇളക്കി കൊടുക്കണം. എന്നിട്ട് അതിൻ്റെ നമ്മൾ ലേശം വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ വെളുത്തുള്ളിയും ഇഞ്ചിയും പേസ്റ്റ് ഇട്ട് കൊടുത്തായിരുന്നു. വീണ്ടും വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ നമ്മൾ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. കറി നല്ലപോലെ കറി പോലെ വെക്കണമെങ്കിൽ അത് ഇച്ചിരി വെള്ളം ആവശ്യത്തിനൊക്കെ വെള്ളം ഒഴിച്ച് വെച്ച് കൊടുക്കാൻ. ചിലർക്ക് കുറുകിയതാണ് ഇഷ്ടം. പിന്നെ നമ്മൾ തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട് പാലെടുക്കാനായിട്ട്. അപ്പോൾ ഏകദേശം ഇത് ആയി വന്നപ്പോൾ അതിനകത്തോട്ട് നമ്മൾ ഈ വറുത്ത് വെച്ചേക്കുന്ന കോളിഫ്ലവർ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് വേറൊരു ടേസ്റ്റാണ്. ചിലർ വറക്കാതൊക്കെ തന്നെയാണ് ഇടുന്നത്. ഫ്രൈ ചെയ്തിടുമ്പം അതിന് വേറൊരു ടേസ്റ്റാണ്. അപ്പോൾ അതൊക്കെ ഇട്ട് കൊടുത്തു. അപ്പോൾ ഇതൊന്ന് തിളച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ തേങ്ങാപ്പാൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചു കൊടുത്തു. തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചു കൊടുത്ത് വീണ്ടും ഒന്ന് തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പം നമുക്കെന്ത് ഇനി കൂട്ടാൻ തന്നെ കടുക് വറക്കാം. കടുകൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെയുള്ളതിൻ്റെ കടുകൊക്കെ വറുത്തു. പിന്നെ നമുക്ക് ഇത് എന്തിൻ്റെ കൂടെ ഉപയോഗിക്കാം, അപ്പത്തിൻ്റെ കൂടെ ഉപയോഗിക്കാം, ചപ്പാത്തിയുടെ കൂടെ ഉപയോഗിക്കാം, ഫ്രൈഡ് റൈസിൻ്റെ കൂടെ ഉപയോഗിക്കാം. ഞങ്ങൾ ഇന്ന് ഫ്രൈഡ് റൈസാണ് ഉണ്ടാക്കിയത്. അപ്പം നമ്മൾ ഫ്രൈഡ് റൈസൊക്കെ എടുത്തിട്ടുണ്ട് കഴിക്കാനായിട്ട്. അതിൻ്റെ കൂടെ സലാഡ്, കോളിഫ്ലവർ കറി, പപ്പടം ഉണ്ട്. അപ്പം നമ്മുടെ ചെറിയൊരു വീഡിയോ ആയിരുന്നു. അടുത്ത വീഡിയോ കാണും വരെ ബായ്.